ഈ സൗണ്ടുകൾ ഉണ്ടായ ഒരു നൊസ്റ്റാൾജിക് ഫോൺ നിങ്ങൾ എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്നാലും ഈ സൈഡിലുള്ള ഗ്ലിഫ് ബാർ കണ്ടപ്പോൾ എനിക്ക് കൃത്യം ആ ഒരു ഫോണിന്റെ ഓർമ്മയാണ് വന്നത്. ഇതാണ് നത്തിങ് ഫോൺ 4a. കാരണം ഗൈസ് വോളിയം കൂട്ടുമ്പോഴൊക്കെ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. എന്നാലും ഫൈനലി പാൻഡ ഗ്ലാസിൽ നിന്നും ഗൊറില്ല ഗ്ലാസ് 7ലേക്ക് മാറിയിട്ടുണ്ട്. യെസ്, അവരുടെ ഫ്ലാഗ്ഷിപ്പ് നത്തിങ് ഫോൺ 3യിലുള്ള ഗൊറില്ല ഗ്ലാസ് 7iയിലേക്ക്. എന്നാൽ അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യവും ഇതിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് ആയിട്ടുണ്ട്. അതെന്താണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ 6.78 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേയിൽ നിന്നും ഇപ്പോൾ 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേയിലേക്ക് മാറിയിട്ടുണ്ട്. അതും LTPS ഡിസ്പ്ലേ 30 Hz, 60 Hz, 90 Hz, 120 അങ്ങനെ വേരിയബിൾ ആയിട്ട് റിഫ്രഷ് റേറ്റ് ആവും. യൂട്യൂബിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, ക്വിസ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ LTPSന്റെ ഫുൾ ഫോം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം, ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. ഡയറക്റ്റ് സൺലൈറ്റിൽ 1600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. ബട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ബെസൽസിന്റെ കട്ടി ലേശം കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് HDR ബ്രൈറ്റ്നസ് ഒക്കെ 4500 ഉണ്ട്. സോ HDR കോണ്ടന്റുകളൊക്കെ കാണുന്ന സമയത്ത് യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. എന്തായാലും സ്ഥിരം വെറൈറ്റി ബോക്സിനകത്ത് വൈറ്റ് കളർ ഫോൺ, വൈറ്റ് അല്ലാതെ ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ വെറൈറ്റി പിങ്ക് കളർ ഉണ്ട്, പിന്നെ ടൈപ്പ് സി കേബിളും ആ ഒരു വെറൈറ്റി സിം എജക്ടർ ടൂളും. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിലുള്ള ഈ റെഡ് കളർ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ മിന്നും. വീഡിയോസ് നിങ്ങൾക്ക് 4K 30fps അതേപോലെ 1080p 60fps സ്റ്റേബിൾ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 50 മെഗാപിക്സലിന്റെ സാംസങ്ങിന്റെ GN9 സെൻസറാണ് വന്നിരിക്കുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ ഡേ ലൈറ്റിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫോട്ടോ തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് എന്താണോ നമ്മൾ കാണുന്നത് അതേ ഒരു കാര്യം റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്ന രീതിക്കാണ് എനിക്ക് തോന്നിയത്. ബട്ട് കൊള്ളാം, ഫോട്ടോ ഔട്ട്പുട്ട്സ് ആർ നൈസ്. ടിപ്പിക്കൽ നത്തിങ് ഫീൽ, ആ ഒരു ചെറിയ വാം ടോൺ ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിനകത്ത് കുറേയധികം ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ താഴെ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ P1, P2, P3, P4 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്രിക്കറ്റ് മോഡൊക്കെ വരുന്നുണ്ട്. ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് വെച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈവൻ നൈറ്റ് ടൈമിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വളരെ ഡീസന്റ് ആണ്. അധികം ഗ്രെയിൻസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ മെയിൻ പുള്ളി ഇതാ ഈ കാണുന്ന 3.5xന്റെ ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതിനകത്ത് അവരൊരു ടെട്രാ പ്രിസം ലെൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പ്രിസം വെച്ചിട്ട് അത് കൂടുതൽ ഫോക്കൽ ലെങ്ത് കുറവ് സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി. സോ 3.5xൽ നിങ്ങൾക്ക് നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹെയർ ഡിറ്റക്ഷൻ ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. എന്തായാലും 7x വരെയാണ് നിങ്ങൾക്ക് ലോസ്ലെസ്ലി സൂം ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് മാക്സിമം 70x വരെ സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫൺ ഫാക്ട്, നത്തിങ് ഫോൺ 3യിലുള്ള അതേ JN5 സെൻസറാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് അൾട്രാ വൈഡ് ക്യാമറ ഒരു 8 മെഗാപിക്സലിന്റെ ആണ്. സോണിയുടെ IMX355 ഇവിടെ ഇത് കാണിച്ചാലും ആ ഒരു സെൻസറാണ് വരുന്നത്. ഡീസെന്റ് ആയിട്ടുള്ള അൾട്രാ വൈഡ് ക്യാമറയാണ്. ആസ് യൂഷ്വൽ ഡേ ലൈറ്റിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയാണ്. സാംസങ്ങിന്റെ KD1 സെൻസർ. എന്തൊക്കെ പേരുകളല്ലേ സെൻസറിന്. ബട്ട് ഫോട്ടോസ് നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ബട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല, ജസ്റ്റ് 1080p മാത്രമേ ഉള്ളൂ. ബട്ട് 1080p 60fps ഫ്രണ്ടിൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസൈൻ കൊള്ളാം. ബാക്ക് അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് കാണാം, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പല എലിമെന്റ്സും ഇങ്ങനെ കാണാനായിട്ട് പറ്റും. കുറച്ച് സിൽവർ എലിമെന്റ്സ്, കുറച്ച് മാറ്റ് എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ കണ്ടിരിക്കാനായിട്ട് ഫോൺ നല്ല രസമാണ്. പക്ഷേ വയർലെസ് ചാർജിങ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. വയേർഡ് ചാർജിങ് ആണുള്ളത് 50 വാട്ടിന്റെ. ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റുകളെ അവർ പറയുന്ന ഗ്ലിഫ് ബാർ എന്നാണ്. അപ്പോൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗ്ലിഫ് ഇന്റർഫേസിനകത്ത് ഈ ഒരു ഗ്ലിഫ് ബാറിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും. കാരണം ഇത് ആക്ച്വലി ഏറ്റവും കുറവ് ബ്രൈറ്റ്നസ് ആണ്, പക്ഷെ അത്യാവശ്യം ബ്രൈറ്റ് ആണ് ഈ സാധനം കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു എസെൻഷ്യൽ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും വോളിയം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ടൈമറിന് വേണ്ടി, ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടി ഇതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ഗ്ലിഫ് ബാറിനെ പറ്റി? എനിക്ക് ഇതൊരു ഒരു അട്രാക്റ്റീവ് സംഭവമായിട്ട് തോന്നി. ഈ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് ലൈറ്റ് ഇങ്ങനെ ഈ ഒരു സാധനം കത്തിക്കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് കൊള്ളാലോ, സാധനം എന്താണ് എന്ന് ചോദിക്കും. അല്ലാണ്ട് പ്രാക്ടിക്കലി എത്രത്തോളം യൂസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. ആകെ ഞാൻ കണ്ടിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഗ്ലിഫ് ടോർച്ച് എന്നൊരു സാധനം ഉണ്ട്. അത് വെച്ചിട്ട് ഇതിനെ ഒരു ചെറിയ ഫില്ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഫോട്ടോ എടുക്കുമ്പോൾ. IP64 റേറ്റഡ് ആണ്. കുറച്ചുകൂടി ബെൻഡ് റെസിസ്റ്റന്റ് ആണെന്ന് പറയുന്നു. ബട്ട് ദിസ് ടൈം ബാറ്ററി കപ്പാസിറ്റി ലേശം കൂട്ടിയിട്ടുണ്ട്. 5400 mAh. ആക്ച്വലി ഇന്ത്യയിൽ മാത്രമാണ് 5400 mAh ഉള്ളത്. പുറം രാജ്യങ്ങളിൽ 5080 mAh, ഇന്ത്യയിൽ 5400 mAh ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു അരമണിക്കൂറിൽ ഏകദേശം 60% ഒക്കെയാണ് ചാർജ് ആവുന്നത്. ബട്ട് പെർഫോമൻസ് വൈസ് സ്നാപ്ഡ്രാഗൺ 7s Gen 4 ആണ്. ഐ തിങ്ക് ലാസ്റ്റ് ഇയർ 7s Gen 3 ആയിരുന്നു. ഇത്തവണ 7s Gen 4 ആണ്. ഫോർ സം റീസൺ ഞാൻ ഇതിനകത്ത് AnTuTu ഇൻസ്റ്റാൾ ചെയ്തിട്ട് AnTuTu റൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്കോർ വരുന്നില്ല. എന്തോ ഇങ്ങനെ എഴുതി കാണിക്കുവാണ്, എന്തോ വെരിഫൈ ഇറ്റ് വിത്ത് ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതിനകത്ത് AnTuTu സ്കോർ എത്രയാണെന്ന് കാണാൻ പറ്റുന്നില്ല. ബട്ട് ഈ 7s Gen 4 സ്കോർസ് നമുക്ക് ഓൺലൈനിൽ നോക്കാൻ പറ്റും. എന്തായാലും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ BGMI നമുക്ക് 120 frames per second കളിക്കാൻ
കളിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി നിങ്ങൾക്ക് 90 FPS കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തായാലും നത്തിങ് OS 4.1 ആയതുകൊണ്ട് തന്നെ എനിക്ക് ആനിമേഷൻസ് ഒക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് തോന്നി. നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊരു സ്നാപ്പി ബട്ട് ഒരു ബട്ടറി ഫീലാണ് വരുന്നത്. ആൻഡ് UI ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. റൂമേഴ്സ് പ്രകാരം ഇതിനകത്ത് അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ബട്ട് ലക്കിലി ദർ ഇസ് നോ ബ്ലോട്ട്വെയർസ്, നത്തിങ്. ബട്ട് പുതിയ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഗൂഗിൾ മാപ്പിൻ്റെ ഐക്കൺ മാറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പഴയ ഐക്കൺ ഇഷ്ടമായി. നിങ്ങളുടെ ഫോണിൽ മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ. എന്തായാലും പുതിയ ഗൂഗിൾ മാപ്പിൻ്റെ ഐക്കണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അധികം പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആകെ ഗൂഗിളിന് കുറച്ച് ആപ്ലിക്കേഷൻസും പിന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആയിട്ടൊരു ഫിറ്റ്ബിറ്റിൻ്റെ ആപ്പും മാത്രമേ ഉള്ളൂ. ആൻഡ്രോയിഡ് 16 വന്നിരിക്കുന്നത്. ഹോം സ്ക്രീനിൽ കുറച്ചധികം സൈസിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് സ്ക്രീനിനകത്ത് കുറേ പുതിയ ക്ലോക്ക് ഫോണ്ടുകൾ വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് നിങ്ങൾക്ക് എസെൻഷ്യൽ കീ വന്നിട്ടുണ്ട്. ഒരു എസെൻഷ്യൽ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി സ്ക്രീനിലുള്ള എന്താണെന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അത് എസെൻഷ്യൽ സ്പേസിനകത്തേക്ക് പോവും. സമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓർത്ത് വെക്കാനും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ടിൻ്റെ ഒപ്പം എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുക, ഇതിനൊക്കെയാണ്. പിന്നെ സെർച്ചും AI സെർച്ചായിട്ട് മാറിയിട്ടുണ്ട്. നോർമലി സെർച്ച് ചെയ്യുമ്പോൾ സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ കാണിക്കാണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ നെറ്റിൽ നിന്ന് അല്ലെങ്കിൽ AI ഉപയോഗിച്ചുള്ള റിസൾട്ട്സും അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിനെ എസെൻഷ്യൽ സെർച്ച് എന്ന് വിളിക്കുന്നു. ബട്ട് ഇതിനായി എസെൻഷ്യൽ സെർച്ച് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എക്സ്ട്രാ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. പിന്നെ പുതിയ കുറേ അധികം വിഡ്ജറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് എസെൻഷ്യൽ ആപ്സ് എന്ന് പറയാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഈ കാണുന്ന വോയിസിൻ്റെയും അതേപോലെ ഇവിടെ കോൾ റെട്രോ അങ്ങനെ കുറേ കാണിക്കുന്നില്ലേ. എന്നാലും ഡിസ്പ്ലേയുടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. എൻ്റെ ഒരു കൈ അനുസരിച്ച് ഇത് അത്യാവശ്യം താഴെയാണ്, ഭയങ്കര താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. സോ കുറച്ചുകൂടി മുകളിലേക്ക് കൊടുക്കാമായിരുന്നു. ബട്ട് ഈ ഫിംഗർ പ്രിന്റ് സെൻസർ റിയലി ഫാസ്റ്റ് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ലൗഡാണ്. ഒരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. അതേപോലെ ഡ്യുവൽ നാനോ സിം ഇടാനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ സിമ്മിൻ്റെ സപ്പോർട്ട് ഇതിനകത്തില്ല. ജപ്പാൻ ഓൺലി വെർഷനിൽ നിങ്ങൾക്ക് ഈ സിമ്മിൻ്റെ സപ്പോർട്ട് ഉണ്ട്. എന്തായാലും ഓരോ രാജ്യത്തിനും ഓരോ പോലെ. ബട്ട് സിം കാർഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും ആ നത്തിങ് ഫോണിൻ്റെ ഒരു പ്രശ്നം, അതായത് ഇന്ത്യൻ സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഫോൺ സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും പുറം രാജ്യത്തേക്ക് പോവുകയാണ്, ഇന്ത്യയിൽ നിന്നൊരു നത്തിങ് ഫോൺ മേടിച്ചിട്ട് പുറത്തെ രാജ്യത്തിൽ പോയിട്ടാണ് ഓണാക്കുന്നതെങ്കിൽ ഇന്ത്യൻ സിം ഇടാൻ പറയും. സോ ഫസ്റ്റ് ടൈം നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സിം ഇട്ടില്ലെങ്കിൽ മുന്നിലേക്ക് പോകാനേ സമ്മതിക്കില്ല. ആ ഒരു ഇത് ഇതിലുണ്ട്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്ത് NFC ഫീച്ചർ ഉണ്ട്. ഗൂഗിൾ പേ വഴി ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ വേരിയന്റിൽ അതില്ല. ഗ്ലോബൽ വേരിയന്റിലുണ്ട്, ഇന്ത്യൻ വേരിയന്റിൽ മാത്രം നിങ്ങൾക്ക് NFC ലഭിക്കില്ല. എന്നാലും Wi-Fi 6 ബ്ലൂടൂത്ത് 5.4 വേർഷൻ ആണ്. അത്യാവശ്യം എല്ലാ 5G ബാൻഡുകളും ഉണ്ട്. ബട്ട് ആകെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസാണ്. നത്തിങ് ഫോൺ 3A പ്രൈസ് ഓർമ്മയുണ്ടോ? നത്തിങ് ഫോൺ 3A Pro ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഈ 3A എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഒരു 20,000 റുപ്പീസ് 22,000 റുപ്പീസിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിരുന്ന ഫോണാണ്. ബട്ട് ദിസ് ടൈം ഈ സ്മാർട്ട് ഫോണിന് ഓൾമോസ്റ്റ് ഒരു 30% കൂടുതൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. 8GB RAM ആൻഡ് 128GB വേരിയൻ്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 31,999 റുപ്പീസാണ്. ഈ 32,000 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി നത്തിങ് ഫോൺ 1 ഇറങ്ങി ഓർമ്മയുണ്ടോ? നത്തിങ് ഫോൺ 1ൻ്റെയൊക്കെ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിരുന്നു അത്. അപ്പോൾ ഒരു 3A അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ബഡ്ജറ്റൊക്കെ മാറി 33,000 റുപ്പീസിൻ്റെ ഒക്കെ അടുത്തോട്ട് എത്തി. ബട്ട് ആസ് എ ഫോൺ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഈ ഒരു പ്രൈസിന് ഈ ഫോൺ വർത്ത് ആണോ ഇല്ലയോ കമൻറ്റോടെ അറിയിക്കുക. ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.